വാസ്തുശാസ്ത്രമനുസരിച്ച് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് വീടിന്റെ മുൻവശത്ത് നിൽക്കുന്ന ചെടികളും മരങ്ങളുമൊക്കെ. കാരണം എല്ലാവരും തന്നെ വീടിന്റെ മുൻവശത്ത് ചെടികളും മരങ്ങളും നട്ടുവളർത്തുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വാസ്തുപരമായി ഗുണകരമായ ചെടികളും മരങ്ങളും തന്നെയാണോ അവിടെ നട്ടിരിക്കുന്നത് എന്നതിനെ പറ്റി പലപ്പോഴും ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് ഒരു വീടിൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്ന ചെടി അല്ലെങ്കിൽ മരം ഒരു വീടിന് ഗുണകരമായ ഫലങ്ങളെ നൽകുന്നതാണെങ്കിൽ ആ വീട്ടിലേക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും ഒട്ടനവധി ഭാഗ്യകരമായ കാര്യങ്ങൾ ആ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യും. ഇനി നേരെ മറിച്ച് വാസ്തുദോഷത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ചെടികളോ മരങ്ങളോ ആണ് നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് തന്നെ വളരുന്നത് എങ്കിൽ അതിൽ പരം മറ്റൊരു ദോഷമില്ല എന്നതാണ് സത്യം. കാരണം ദാരിദ്ര്യവും കടബാധ്യതകളും ആരോഗ്യ പ്രതിസന്ധികളും എന്നുവേണ്ട ആ വീട്ടിൽ ജീവിക്കുന്നവരുടെ ആയുസ്സിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള അനർത്ഥങ്ങൾക്ക് ഇത് കാരണമാകും എന്നതാണ് ശരിയായ വസ്തുത. അതിനാൽ തന്നെ അത്രയധികം ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് വീടിൻ്റെ മുൻഭാഗത്ത് നിങ്ങൾ നട്ടുവളർത്തുന്ന ചെടികളും മരങ്ങളും. ഇനി അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് നിങ്ങൾ നട്ടുവളർത്തിയിരിക്കുന്ന ചെടികളോ മരങ്ങളോ വാസ്തുദോഷത്തിന് കാരണമാകുന്നവയാണെങ്കിൽ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവ അവിടെ നിന്ന് പിഴുതുകളയുക തന്നെ വേണം. കാരണം ജീവിതകാലം മുഴുവൻ ദുരിതപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിലും ഉത്തമം നിസ്സാരമായി പരിഹാരം കാണാവുന്ന ആ ഒരു ദോഷത്തെ അകറ്റുന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ആ വാസ്തുദോഷത്തിന് കാരണമാകുന്ന ചെടി മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഭാഗത്ത് ഭാഗ്യത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള ചെടികൾ നട്ടുവളർത്താവുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വീടിൻ്റെ മുൻപിൽ വളർത്തുവാൻ പാടില്ലാത്ത വാസ്തുദോഷത്തിന് കാരണമാകുന്ന 10 ചെടികളെ പറ്റിയും ഒപ്പം തന്നെ കൂടുതൽ ഭാഗ്യത്തെയും പോസിറ്റിവിറ്റിയെയും ആകർഷിക്കുവാനായി വീടിൻ്റെ മുൻവശത്ത് നടുവാൻ ഉത്തമമായ കുറച്ച് ചെടികളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ഒരു കാരണവശാലും നട്ടുവളർത്തുവാൻ പാടില്ലാത്ത ഒന്നാമത്തെ മരം എന്ന് പറയുന്നത് അത്തിമരമാണ്. ഇത്തരത്തിൽ അത്തിമരം വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വളരുന്ന വീടുകളിൽ ദാരിദ്ര്യം വിട്ടൊഴിയില്ല എന്നത് പരമമായ ഒരു സത്യമാണ്. അതിനി ഒരു ചെറിയ തൈ ആയിരുന്നാൽ പോലും അത് വളർന്നു വരും തോറും ആ വീട്ടിലെ കടബാധ്യതകൾ അധികരിക്കുകയും സാമ്പത്തിക പ്രതിസന്ധികൾ ഒന്നിനൊന്ന് വർദ്ധിക്കുകയും ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നത് മാത്രമല്ല, ആ വീട്ടിലുള്ളവർക്ക് സമാധാനമായി ജീവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ലഭിക്കുന്നത് തന്നെ വളരെ ചുരുക്കമായിരിക്കും. കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിലുള്ളവർക്ക് അനുഭവത്തിൽ വരും എന്നതാണ് ഈ സമാധാനക്കേടിന് കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്തായി അത്തിമരം വളരുന്നുണ്ടെങ്കിൽ അത് ഉടനടി അവിടെ നിന്ന് മാറ്റുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഇനി രണ്ടാമതായി വീടിൻ്റെ മുൻവശത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു ചെടിയാണ് വാഴ. മലയാളികൾക്ക് വാഴ എന്ന ചെടി ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണെങ്കിലും നിങ്ങൾ
വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയായി വരത്തക്ക രീതിയിൽ വീടിൻ്റെ ഒത്ത മുൻവശത്ത് തന്നെ വാഴ നട്ട് വളർത്തുന്നത് തീർത്തും ശുഭകരമല്ല. ഇത് ആ വീട്ടിലേക്ക് വരേണ്ട പോസിറ്റീവ് ഊർജത്തെ തടസ്സപ്പെടുത്തുകയും ഒപ്പം തന്നെ പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ആ വീട്ടിൽ വന്നു ചേരുവാൻ കാരണമാവുകയും ചെയ്യും. എന്നാൽ മറ്റു വശങ്ങളിലായും വീടിൻ്റെ പുറകുവശത്തായുമൊക്കെ നിങ്ങൾക്ക് വാഴ നടുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഒപ്പം തന്നെ പല ആളുകളുടെയും അനുഭവത്തിൽ നിന്നു തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്തരത്തിൽ വാഴ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുൻവശത്തായി വളർന്ന അത്രയും കാലം അവർക്ക് ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നത്. എന്നാൽ ആ കാരണം മനസ്സിലാക്കി അവ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായിട്ടുമുണ്ട്. കാരണം ഇത് സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ഒപ്പം തന്നെ പല കാര്യതടസ്സങ്ങളും വീട്ടിലേക്ക് വന്നു ചേരുവാൻ കാരണമാവുകയും ചെയ്യുന്ന ഒരു വാസ്തുദോഷം തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായും വീടിൻ്റെ മുൻവശത്ത് നിന്ന് വാഴ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇനി മൂന്നാമതായി വരുന്ന ചെടി എന്ന് പറയുന്നത് മുളയാണ്. ഇപ്പോൾ വ്യാപകമായി വീടിന് അലങ്കാരത്തിനു വേണ്ടി വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ പലരും മുള നട്ടു വളർത്താറുണ്ട്. എന്നാൽ വാസ്തു അനുശാസിക്കുന്നതനുസരിച്ച് വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നു വരുന്ന മുൻഭാഗത്തായി തന്നെ മുള നട്ടു വളർത്തുന്നത് ആ വീട്ടിലേക്ക് വളരെയധികം നെഗറ്റീവ് ഊർജം വന്നു ചേരുവാൻ കാരണമാകുന്ന ഒന്നാണ്. ഇത്തരത്തിൽ മുള വീടിൻ്റെ മുൻവശത്ത് തന്നെ വളരുന്ന വീടുകളിൽ എപ്പോഴും അസ്ഥിരത നിലനിൽക്കുകയും ആ വീട്ടിലുള്ളവർക്ക് മാനസിക സംഘർഷം എപ്പോഴും അനുഭവപ്പെടുകയും ചെയ്യും. മാത്രമല്ല, ഒരു കാര്യത്തെപ്പറ്റിയും ഉറച്ച തീരുമാനമെടുക്കുവാനോ എടുക്കുന്ന തീരുമാനങ്ങളെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനോ ആ വീട്ടിലുള്ളവർക്ക് കഴിയില്ല എന്നതാണ് മറ്റൊരു സത്യം. മാത്രമല്ല, പ്രത്യേകിച്ച് ആ വീട്ടിലുള്ള വിവാഹം കഴിഞ്ഞ വ്യക്തികൾക്ക് അഥവാ ദമ്പതികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും കുടുംബത്തിൽ കലഹങ്ങളുമൊക്കെ തന്നെ ഈ ഒരു വാസ്തുദോഷം കൊണ്ട് വന്നു ചേരും. ഇതിനെല്ലാം പുറമെ ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം ആ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ദുരവസ്ഥയും ഈ ഒരു ചെടി മുൻവശത്ത് വളരുന്നതിൻ്റെ ദോഷഫലമായി പറയപ്പെടുന്നു. അതുകൊണ്ട് പരമാവധി വീടിൻ്റെ മുൻവശത്ത് വരുന്ന തരത്തിൽ മുള നട്ടു വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നാലാമതായി, നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്താണ് വളരുന്നത് എങ്കിൽ ഉടനടി നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കേണ്ട ഒരു മരമാണ് ആര്യവേപ്പ്. വളരെയധികം ഔഷധ ഗുണവും കേശ സംരക്ഷണത്തിന് ഉപകാരപ്രദവുമായ ഒരു ചെടിയാണ് ആര്യവേപ്പ് എങ്കിലും ഇവ വളരുന്നത് വീടിൻ്റെ മുൻവശത്താണെങ്കിൽ അത് തീർത്തും ദോഷകരമാണ്. എന്നാൽ നേരെ മറിച്ച് ഇവ വീടിൻ്റെ പുറകുവശത്ത് നട്ടു വളർത്തുന്നതിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ഏറ്റവും പ്രധാനമായി ആര്യവേപ്പിൻ്റെ മരം വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നു വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന തരത്തിൽ വളരുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് എപ്പോഴും ദുഃഖിക്കേണ്ട തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ആ വീടിൻ്റെ കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും ആയുസ്സിനെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള ചില ആപത്തുകൾക്ക് കാരണമാവുകയും ചെയ്യും. അതിനാൽ തന്നെ വീടിൻ്റെ മുൻവശത്ത് ഈ ഒരു മരം നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവ നിങ്ങൾ അവിടെ നിന്ന് മാറ്റുക തന്നെ വേണം. ഇനി അടുത്തതായി വീടിൻ്റെ മുൻവശത്ത് നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട അഞ്ചാമത്തെ ചെടിയാണ് കാക്ടസ്. അതായത് കള്ളിച്ചെടി ഇനത്തിൽപ്പെടുന്ന ഒരു ചെടികളും
വീടിൻ്റെ മുൻവശത്ത് നിങ്ങൾ നട്ടുവളർത്തുവാൻ പാടില്ല. ഇത്തരത്തിൽ നട്ടുവളർത്തുന്ന ഒരു വീടിന് ഒരു കാലത്തും ഒരു പുരോഗതി ഉണ്ടാവില്ല എന്നതാണ് സത്യം. കാരണം വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ശുഭകാര്യത്തിന് വേണ്ടി പുറത്തേക്കിറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ കണ്ണിൽ ആദ്യം പെടുന്നത് ഈ മുൾച്ചെടിയായിരിക്കും. മാത്രമല്ല, ഇവ ആകർഷിക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ മാത്രമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ കാര്യതടസ്സം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത എന്നിങ്ങനെയുള്ള പ്രതിസന്ധികൾക്ക് ഇത് കാരണമാകുന്നു. ഇതുമാത്രമല്ല, പല വിധത്തിലുള്ള അശുഭകരമായ കാര്യങ്ങളും മുൻഭാഗത്ത് ഇവ നട്ടുവളർത്തുന്ന വീട്ടിലേക്ക് വന്നു ചേരുവാൻ ഈയൊരു വാസ്തുദോഷം മാത്രം മതി. അതുകൊണ്ട് പരമാവധി കള്ളിമുൾച്ചെടികൾ വീട്ടിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അതല്ല, നിങ്ങൾക്ക് വളർത്തിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ മുൻവശത്ത് നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയതിനു ശേഷം വീടിൻ്റെ പുറകു ഭാഗത്തായി വയ്ക്കാവുന്നതാണ്. ഇനി ആറാമതായി, വാസ്തുപ്രകാരം വീടിൻ്റെ മുൻവശത്ത് നട്ടുവളർത്തിയാൽ തീർത്തും ദോഷകരമായ ഫലങ്ങൾക്ക് കാരണമാകുന്ന ഒരു ചെടിയാണ് തുമ്പ. പേര് പോലെ തന്നെ ഒരു വീടിന് പല വിധത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാകുവാൻ കാരണമാകുന്ന ഒന്നായിട്ടാണ് തുമ്പച്ചെടി വീടിൻ്റെ മുൻവശത്ത് നട്ടുവളർത്തുന്നത് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി ഇവ വീടിൻ്റെ മുൻഭാഗത്ത് വളരുന്നതിലൂടെ അവ വളരുന്നതിനോടൊപ്പം തന്നെ ആ വീടിന് ചില താങ്ങാനാവാത്ത തരത്തിലുള്ള ദുഃഖങ്ങൾ നേരിടേണ്ടതായി വരും. ഏറ്റവും പ്രധാനമായി വീടിൻ്റെ ഗൃഹനാഥന് ആയുസ്സിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ചില ആപത്തുകൾ വന്നുപെടുവാൻ ഇത് കാരണമാവുകയും ഒപ്പം തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആ വീട്ടിലുള്ളവരെ ബാധിക്കുകയും ചെയ്യും. അതായത് തുമ്പച്ചെടി നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ഉണ്ടെങ്കിൽ സന്തോഷം എന്താണെന്ന് അറിയുവാൻ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ അത് ഇതുവരെ നട്ടുവളർത്തിയിരുന്നവരായിരുന്നു നിങ്ങളെങ്കിൽ പോലും ഉടനടി അവിടെ നിന്ന് മാറ്റുന്നതാണ് ഉത്തമം. ഇനി ഏഴാമതായി, നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് നടുമ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം എന്ന് പറയുന്നത് എല്ലാ വിധത്തിലും പോസിറ്റിവിറ്റിയും ഈശ്വരാധീനത്തെയും ഒരു വീടിന് നൽകുന്ന ഒരു ചെടി തന്നെയാണ്. എന്നാൽ ചുരുക്കം ചില വീടുകളിൽ ശംഖുപുഷ്പം നിൽക്കുന്നത് വീടിൻ്റെ മുൻവശത്ത് വരുന്ന ജനലിനോടോ ഭിത്തിയോടോ ചേർന്നായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ വീടിൻ്റെ മുൻവശത്ത് വലിയ രീതിയിൽ പടർന്ന് ജനലിനെയും ഭിത്തിയെയും അതല്ല എന്നുണ്ടെങ്കിൽ പ്രധാന വാതിലിൻ്റെ വശങ്ങളെയും മറയ്ക്കുന്ന തരത്തിൽ ശംഖുപുഷ്പത്തിൻ്റെ ചെടി പടർന്നു വളരുന്നുണ്ടെങ്കിൽ അത് ദോഷകരമാണ്. അത് ഈ ചെടിയുടെ ഗുണകരമായ ഫലങ്ങൾക്ക് പകരം ദോഷവശങ്ങൾക്ക് കാരണമാകും. അതിനാൽ ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവ ഭിത്തിയിൽ പടർന്നു വളരുന്ന രീതിയിലോ ജനാലകളെ മറയ്ക്കുന്ന രീതിയിലോ അല്ല നിൽക്കുന്നത് എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശംഖുപുഷ്പം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ ഒരു ചെടി തന്നെയാണ്. ഇനി എട്ടാമതായി, വീടിൻ്റെ മുൻവശത്ത് നട്ടുവളർത്തിയിട്ടുണ്ടെങ്കിൽ ആ വീടിനെ തന്നെ മുച്ചൂടെ മുടിക്കുവാൻ കഴിവുള്ള ഒരു മരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് മരുത്. മരുത് എന്ന് പറയുന്നത് വലിയ ഒരു വൃക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇവ പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
വീടിൻ്റെ മുൻവശത്തായി നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട പോസിറ്റീവ് ഊർജത്തെ തടസ്സപ്പെടുത്തുകയും അതിനാൽ തന്നെ എപ്പോഴും വീട്ടിൽ നെഗറ്റിവിറ്റി വന്നു ചേരുവാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭാരമുള്ള ഊർജം വഹിക്കുന്ന മരുത് എന്ന മരം വീടിൻ്റെ മുൻവശത്ത് വളരുന്ന ആളുകളുടെ വീടുകളിൽ ഒരു പുരോഗതി ഉണ്ടാകുക എന്നത് തന്നെ വെറും സ്വപ്നമായിരിക്കും. കാരണം നിങ്ങൾ എത്രയൊക്കെ സമ്പാദിച്ചാലും നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് നിൽക്കുന്നില്ലാത്ത തരത്തിലുള്ള അനുഭവമായിരിക്കും അത്തരത്തിലുള്ള വീടുകളിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല എപ്പോഴും മനസ്സിന് ദുഃഖിക്കുവാൻ മാത്രമുള്ള കാരണങ്ങളായിരിക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരിക. അതിനാൽ തന്നെ വാസ്തുദോഷത്തിന് കാരണമാകുന്ന ഈ ഒരു തെറ്റ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വാസ്തുപ്രകാരം വീടിൻ്റെ മുൻപിൽ നട്ടു വളർത്തിയാൽ ആ മരം വളരുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടിലുള്ളവർക്ക് വളരെയധികം ദുഃഖങ്ങൾക്ക് കാരണമാകുന്ന ഒരു മരമാണ് കൂവളം. പരമാവധി വീടിൻ്റെ മുൻഭാഗത്ത് എവിടെയും ഈ ഒരു മരം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു ചെറിയ ചെടിയായിരുന്നാൽ പോലും അവ വീടിൻ്റെ മുൻവശത്ത് നിന്ന് നിങ്ങൾ പൂർണ്ണമായി മാറ്റുക. ഇനി അറിവില്ലായ്മ കൊണ്ടായിരുന്നാലും അവ അവിടെ വളരുന്ന പക്ഷം ആ വീട്ടിൽ പല വിധത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടാകുവാൻ ഇത് കാരണമാകും. മാത്രമല്ല ആ വീട്ടിലെ സ്ത്രീകൾക്ക് കണ്ണീർ തോർന്നിട്ട് നേരമുണ്ടാവില്ല. കാരണം അവരുടെ മനസ്സമാധാനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും നിരന്തരം ഉടലെടുത്തുകൊണ്ടേയിരിക്കും. അതിനാൽ പൂർണ്ണമായി ഈ ഒരു മരം വാസ്തുദോഷങ്ങളെ അകറ്റി നിർത്തുവാനായി വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് മാറ്റുക തന്നെ വേണം. ഇനി വീടിൻ്റെ നേരെ മുൻവശത്ത് വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു ചെടിയാണ് കറിവേപ്പ്. സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും നട്ടു വളർത്തുവാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കറിവേപ്പ്. എങ്കിലും ശരിയായ ഭാഗത്തല്ല നിൽക്കുന്നത് എങ്കിൽ ഗുണത്തിനു പകരം വളരെയധികം ദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ നേരെ നോക്കിയാൽ കാണുന്ന രീതിയിലാണ് നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ കറിവേപ്പ് ചെടി നിൽക്കുന്നതെങ്കിൽ അത് വളരുന്നതോടൊപ്പം തന്നെ ആ വീട്ടിലുള്ളവർക്ക് വിട്ടുമാറാത്ത ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ആ വീടിൻ്റെ കുടുംബനാഥന് ചില ആപത്തുകൾ വന്നു ചേരുവാൻ ഇത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കറിവേപ്പിൻ്റെ ചെറിയ തൈ ആയിരുന്നാലും വീടിൻ്റെ മുൻവശത്ത് ഉണ്ട് എങ്കിൽ പൂർണ്ണമായി നിങ്ങൾ അത് ഒഴിവാക്കുക. ഇനി ഈ ചെടികളെയെല്ലാം വീടിൻ്റെ മുൻവശത്ത് നിന്ന് ഒഴിവാക്കുന്നത് പോലെ തന്നെ വളരെ ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ വീടിന് നൽകുന്ന ചില ചെടികൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി വീടിൻ്റെ മുൻവശത്ത് വളർത്തിയാൽ ആ വീടിന് വളരെയധികം ഈശ്വരാധീനം വന്നു ചേരുവാൻ കാരണമാവുകയും പോസിറ്റീവ് ഊർജം കൊണ്ട് ആ വീടിനെ നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് തുളസി. എന്നാൽ തുളസി ചെടി വീടിൻ്റെ മുൻഭാഗത്ത് നിങ്ങൾ നട്ടു വളർത്തുമ്പോൾ ഒരു കാരണവശാലും അവ വാടിക്കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരെ മറിച്ച് അവ നല്ല രീതിയിൽ തഴച്ചു വളരുകയും നിങ്ങളുടെ വീടിൻ്റെ നടുമുറ്റത്ത് നിന്ന് പൂവിടുകയും ചെയ്താൽ അതിൽ പരം ഒരു പോസിറ്റിവിറ്റി വേറെയില്ല. ഇനി തുളസി പോലെ തന്നെ വളരെയധികം പോസിറ്റിവിറ്റി വീടിന് പ്രദാനം ചെയ്യുന്ന മറ്റൊരു ചെടിയാണ് മുല്ല. മുല്ലച്ചെടി വീടിൻ്റെ മുൻവശത്ത് നട്ടു വളർത്തുന്നത് വാസ്തുപരമായി വളരെ ശുഭകരമായതിനാൽ തന്നെ നല്ല രീതിയിൽ മുല്ല വളരുകയും പൂവിടുകയും ചെയ്യുന്ന വീടിന്
ആ പൂവിൻ്റെ സൗരഭ്യം പോലെ തന്നെ മാധുര്യമേറിയ പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായി മുല്ലച്ചെടി നല്ല രീതിയിൽ വീടിൻ്റെ മുൻവശത്ത് തന്നെ വളരുന്ന വീടുകളിൽ ജീവിക്കുന്നവർക്ക് ഒട്ടനവധി പുതിയ അവസരങ്ങളും ജീവിത പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ വന്നു ചേരും. അതുപോലെ തന്നെ ചെമ്പരത്തിയും വീടിൻ്റെ മുൻവശത്ത് നട്ടുവളർത്തുന്നത് വീടിന് വളരെയധികം ഗുണകരമായ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാസ്തുദോഷത്തിന് കാരണമാകുന്ന ചെടികൾ പൂർണ്ണമായി നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് നിന്ന് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ പോസിറ്റിവിറ്റിക്ക് കാരണമാകുന്ന ചെടികളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നട്ടുവളർത്താവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ അറിവ് പറഞ്ഞു കൊടുക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.